Gowri Malayalam സംസാരിക്കാൻ try ചെയ്യാ. இல்ல இன்னைக்கு chicken curry Kerala style ഉണ്ടാക്ക പോണ്. ഗാർഡനിലെ കറിവേപ്പില ഉണ്ട്. അത് കാരണം ഡയറക്റ്റ് ആയിട്ട് ഫ്രഷ് ആയിട്ട് ഗൗരി എടുത്ത് പറഞ്ഞു ഇപ്പോൾ ടൈം എന്നത് പാത്തീங்கன்னா 1:30 ആയി. മലയാളം വ്ളോഗും ചെയ്യണം ഒരു ഇൻട്രസ്റ്റ് ആണ് ഗൗരിന്. അപ്പോൾ അത് കാരണം ജസ്റ്റ് ഒരു ട്രൈ ചെയ്യുക. ഈ കുരുമുളക് ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്യുക ചിക്കനിനെ. ഇന്ന് ഞങ്ങള് ചിക്കൻ കറി ഉണ്ടാക്ക ഇല്ല കേരള സ്റ്റൈൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോന്നു. അമ്മ ഇന്നേക്ക് കേരള സ്റ്റൈലില് ചിക്കൻ കറി ഉണ്ടാക്ക പോണ്. കറക്റ്റാ? അയ്യോ മലയാളത്തിൽ സംസാരിക്കുന്ന ഗൗരി മലയാളത്തിൽ സംസാരിക്കാൻ ട്രൈ ചെയ്യാ. இல்ல இன்னைக்கு சிக்கன் கறி கேரளா ஸ்டைல்ல ഉണ്ടാക്ക പോണ്. ഇന്ന് ഗ്രേസ് ചിക്കൻ കറി മലയാളം സ്റ്റൈലിൽ ഉണ്ടാക്കുവാൻ പോകുന്നു. ഒരു യൂട്യൂബ് ചാനலை பார்த்து ഉണ്ടാക്ക പോകുது. அப்ப கரெக்ட்டா? ഉണ്ടാക്ക പോകുது இல்ல ഉണ്ടാക്ക പോണ്. പ്രിപ്പയർ ചെയ്യാൻ പോകുന്നു. അത് കറക്റ്റ്. ഈസി വേർഡ്. ഒന്നോട് ഒരു സ്റ്റൈല്. என்னோட ஸ்டைல் இல்ல அம்மா. நான் ஒரு யூடியூப் சேனல்ல நோக்கிட்டு அத பார்த்து நான் ஜஸ்ட் ட்ரை பண்ணது. சோ அதுக்கு சிக்கன் இப்ப க்ளீன் பண்ண போகுது. சிக்கனை இப்ப சின்ன சின்னதா கட் பண்ணது இல்ல. இந்த சிக்கன் கட் பண்றதுக்கு இந்த மாதிரி சிசர்ஸ் இது டிஸ்கவுண்ட் சென்டர் ஏதாவது டே டு டே ஷாப்ஸ்ல கிட்டும். ஓகே, ஸோ இந்த ரெசிபிக்கு ஆனியன், அப்புறமா சில்லி, green chili, coriander leaves, mint leaves, coriander leaves, கருவேப்பிலை, curry leaves, പിന്നെ இது ടൊമാറ്റോ. ഇതിൽ கொஞ்சம் நான் டிஃப்ரெண்டாக இது என்னோட இதன்படி இது சேர்க்குது. பொட்டேட்டோவும் கட் பண்ணி சேர்க்குது. அப்புறம் லாஸ்ட் ஆயிட்டு லெமன் தேசி புளி விடும். இப்போ டர்மரிக் பவுடரில் சிக்கனை வாஷ் ചെയ്യാം. ഇപ്പോൾ ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കുന്ന നോക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഇല്ല, அதனால ഒലിവ് ഓയിൽ ഇടാൻ പോണ്. എൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഇല്ലാത്ത കാരണം ഇപ്പോൾ ഓലിവ് ഓയിൽ ഇടാം. ഇത് കൂടെ കുരുമുളക് ഇടാൻ പോകാം. ഗൗരി കുരുമുളക് ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്യുക ചിക്കനിനെ. കുറച്ച് ടേമറിക് പൗഡർ ഇടുക. മിക്സ് ചെയ്യുക, നല്ല മിക്സ് ചെയ്യണം. ഇന്ന് ഇപ്പോൾ നമ്മൾ ബോയിൽ ചെയ്യുക. വെള്ളം എല്ലാം ഡ്രെയിൻ ആവുന്ന വരെ ഫുള്ളായിട്ട് കളർ ചേഞ്ച് ആവണം. അപ്പോൾ അതുവരെ നമ്മൾ ബോയിൽ ചെയ്യണം. അത് പിന്നെ നമ്മൾ മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാം.
പിന്നെ നമ്മൾ നോർമലായിട്ട് താളിച്ച് പിന്നെ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ താളിച്ച് കറി ചെയ്യുന്ന പോലെ കറി ചെയ്യും. ഞങ്ങളുടെ ഗാർഡനിൽ കറിവേപ്പില ഉണ്ട്. അത് കാരണം ഡയറക്റ്റായിട്ട് ഫ്രഷായിട്ട് ഗൗരി എടുത്ത് കുക്കിങ്ങിന് യൂസ് ചെയ്യാറുണ്ട്. നല്ല മണമുണ്ട്. നല്ല മണമാണ്. ഫ്രഷ് കറി ലീവ്സ്. ഇത് ഡയറക്റ്റ് ഫ്രഷ് കറി ലീവ്സ് ഇൻ ടു ദ കിച്ചൺ കറി. ഇപ്പൊ ലൈറ്റാ കളർ ചേഞ്ച് ആകുது. ഇപ്പൊ സകലം കളർ ചേഞ്ച് ആവാ. പിന്നെ തണ്ണി വെള്ളം കുറച്ച് ഡ്രെയിൻ ആവും. വെള്ളം വരുത്. ഓക്കെ. അതിന്റെ വെള്ളം അതിന്റെ ചിക്കനിൽ ജസ്റ്റ് അതിന്റെ ഗ്രേവി പോലെ വരുവാ. അപ്പോ அந்த ടൈമില് നമ്മ മാറ്റി വെക്കാം. നമ്മൾ ആ സമയത്ത് എടുത്ത് മാറ്റി വെക്കാം. ഇപ്പൊ കണ്ട ആ ഗ്രേവി പോലെ വരുന്ന വെള്ളം ചെറിയ ഗ്രേവിനെ പോലെ. Now it's correct. ഇങ്ങനെ അമ്മ കുളിച്ച് വന്ന ഫ്രഷ് ആയിട്ട് വരുവാ മമ്മി. കറി അപ്പൊ നമ്മള് വേറൊരു പാത്രത്തിലോട്ട് ഇപ്പൊ ഇത് മാറ്റുവായത്. നമ്മൾ ഇപ്പൊ ഇതേ പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് ആ ചിക്കന് എല്ലാം കറിയായിട്ട് വെക്കാൻ പോകും. സിനമൻ ഇടുക. പട്ട ആഡഡ് ടേസ്റ്റിന് വേണ്ടി കറുവാപ്പട്ട. ഇലാച്ചി 2 ഇടുക. ഗ്രാമ്പ്, curry leaves, mint leaves, green chilies. ഇത് വെളുത്തുള്ളിയാ. ഓണിയനും ഇടരുത്. ഇപ്പൊ ഓണിയൻ ഇടുക. ഓണിയൻ ഇടുക. ഇപ്പോ സ്മോൾ ഓണിയൻ ഇട്ട കറി ഇന്നും കൊഞ്ചം ரொம்ப ടേസ്റ്റാ കിട്ടുമോ? കറക്റ്റാ. മിക്സ് ചെയ്യാം. നല്ല മിക്സ് ചെയ്ത് அந்த കളർ ചേഞ്ച് ആകുമ്പോഴേക്കും ഓണിയൻ നല്ല ഒരു കളർ ചേഞ്ച് ആവുന്നവരെ പിന്നെ அதுக்கப்புறம் ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൊഞ്ചം ഇടാൻ പോറാ. ഇത് കഴിഞ്ഞിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാ. ഇപ്പൊ ഗാർലിക് പേസ്റ്റ് ഇടുകയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓൾറെഡി ചിക്കനകത്ത് ഇട്ടിട്ടുണ്ട്. അതെ, വേവിക്കുമ്പോൾ അത് ഉള്ള ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ പ്രാവശ്യം ജസ്റ്റ് വെജിറ്റബിൾസിനെ കൂടെ കൊഞ്ഞമായിട്ട്. പിന്നെ ഇത് നല്ല പച്ചവാസം അതിന്റെ സ്മെല്ല് നല്ല ഇതായിട്ട് കിട്ടുമ്പോൾ പോകുമ്പോഴേക്കും ആ സ്മെല്ല് പോകുന്നവരെ ജസ്റ്റ് നമ്മൾ സ്റ്റർ ചെയ്യാം. ആ ജിഞ്ചർ ഗാർലിക്കിന്റെ സ്മെൽ പച്ചവാസം കിട്ടുമ്പോഴേക്കുമില്ല, പച്ചവാസം പോകുന്നവരെ. പിന്നെ നമ്മളോട് കുക്കിനെ ആരെയും ഇഷ്ടപ്പെടാൻ മാറ്റാ. നീ തപ്പ് നമ്മൾ ജസ്റ്റ് ശ്രമിക്കുക. ഇങ്ങനെ നല്ല ഒരു മലയാളം ബ്ലോഗും ചെയ്യണമെന്ന് ഒരു ഇൻട്രസ്റ്റ് ആണ് ഗൗരീന്. അപ്പൊ അത് കാരണം ജസ്റ്റ് ഒരു ട്രൈ ചെയ്യുക. സോ വി വിൽ ഇംപ്രൂവ്. പിന്നെ ഇത് ഒരു കേരള റെസിപ്പി, ഇത് മലയാളി കേരള റെസിപ്പി ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. മമ്മി വന്ന കാരണം ജസ്റ്റ് ഒരു ട്രൈ ചെയ്യുക, ഒരു സ്പെഷ്യലായിട്ട് ചെയ്യണമെന്ന്. സോ പ്ലീസ് forgive us for Malayalam pronunciations. Because since we are settled in Chennai, അത് കാരണം ഇപ്പോൾ നോക്കിയെങ്കിൽ അതിൻ്റെ ജിഞ്ചർ ഗാർലിക്കിൻ്റെ സ്മെല്ല് ഒന്നുമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്ത
ഇൻഗ്രീഡിയൻസ് ഇടാൻ പോകുന്നത് ദാറ്റ് ഈസ് ടൊമാറ്റോ. തക്കാളി. തക്കാളി. തക്കാളിയെ മലയാളത്തിൽ പറയാം. നമ്മളിപ്പോൾ ടൊമാറ്റോ തക്കാളിനെ സ്റ്റിർ ചെയ്യാം. അതിൻ്റെ കൂടെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ് ഇപ്പോൾ ടൈം എന്നത് பார்த்தீங்கன்னா 1:30 ആയി. ഇപ്പോൾ നമ്മൾ ഉപ്പ് ഇടുക. ഇപ്പോൾ കുറച്ച് നേരം മൂടി വെക്കാം. മൂടി വെച്ച് ഒരു ജസ്റ്റ് ഒരു നല്ല ഒരു ബോയിലായിട്ട് ടൊമാറ്റോയിൽ നല്ല ബോയിലായിട്ട് പിന്നെ നമ്മൾ അതർ ഇൻഗ്രീഡിയൻസ് ഇടാം. ഇപ്പോൾ മസാല ഇടാൻ പോകാം. കുരുമുളക് കുറച്ച്, കുരുമുളക് വെച്ചിട്ട് ചില്ലി പൗഡർ ഇടുക. ഇപ്പോൾ I have 3 spoons of chili powder. So coriander powder ഇടുക. ഇപ്പോൾ ഗരം മസാല പൗഡർ കുറച്ചിട്ടാൽ മതി. ഗരം മസാല പൗഡർ എന്ന് പറഞ്ഞത്. ഇപ്പോൾ മസാലയോടെ എല്ലാം മണം പോയി. ഇപ്പോൾ നമ്മൾ ചിക്കന് വേവിച്ച ബോയിൽ ചിക്കനെ ഇപ്പോൾ മിക്സ് ചെയ്യാം. ഇതിലുള്ള വെള്ളം ഇടാൻ വേണ്ട. എന്താ ചിക്കനിൽ ഇരുന്ന് വെള്ളം പിന്നെ വരും. அதனால ജസ്റ്റ് മൂടി വെച്ച് ഇത് ഇന്നും കൊഞ്ചം വെച്ച് മതി. ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കണ്ട. ജസ്റ്റ് ചിക്കനിന് വരുന്ന സ്മോൾ ഗ്രേവി പോലെ വരണമെങ്കിൽ അത് തന്നെ തിക്കായിട്ട് വരും. നമ്മൾ വേണമെങ്കിൽ ഇപ്പോൾ കുറച്ച് നല്ല ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റിർ ചെയ്ത് മൂടി വെക്കണം. വൺ മോർ ഇൻഗ്രീഡിയൻസ് മറന്നുപോയി. അത് പൊട്ടാറ്റോ ആയിരുന്നു. ജസ്റ്റ് വി വിൽ ആഡ് ഇറ്റ് നൗ ആൻഡ് ജസ്റ്റ് സ്റ്റിർ ഇറ്റ് ആൻഡ് ക്ലോസ് ഇറ്റ്. അത് വെട്ടിയിട്ട് ജസ്റ്റ് സൈഡിൽ വെച്ചത് മറന്നുപോയി. നൗ അഗൈൻ കോക്കനട്ട് പൗഡർ മിക്സ് ചെയ്യാൻ നോക്കുക. അടിപൊളി ചിക്കൻ കറി. കുറച്ച് ഡ്രൈ ആയ ശേഷം പിന്നെ ഓഫ് ചെയ്തേക്കാം. ഗ്രേവി ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ ഇപ്പോൾ തന്നെ ഓഫ് ചെയ്തേക്കാം. കുറച്ച് തിക്കായിട്ട് വേണമെങ്കിൽ ലിറ്റിൽ മോർ ബോയിൽ. ഇപ്പോൾ കുറച്ച് സ്മെല്ല് കിട്ടാൻ പെരുംജീരകം കുറച്ച് മിക്സ് ചെയ്യുക. പൗഡർ നല്ല വാസം നല്ല മണം കിട്ടാൻ മിക്സ് ചെയ്യണം. പൊടിയാണ് കിട്ടുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുക ജസ്റ്റ് ഒരു ആഡഡ് ഫ്ലേവറിന് വേണ്ടി. അപ്പോൾ ലാസ്റ്റായിട്ട് കൊത്തമല്ലി കൊറിയാൻഡർ ലീവ്സ് സ്പ്രിങ്കിൾ ചെയ്ത് വിടുക. അപ്പോൾ നമ്മളുടെ ചിക്കൻ കറി റെഡിയാണ്. So thanks for watching the video. Hope everybody would have enjoyed the video. നമ്മൾ മലയാളം സംസാരിച്ചു, ഇടയ്ക്കിടയ്ക്ക് തമിഴും സംസാരിച്ചു. Thanks for watching the video and please subscribe and support us. Thank you.